ഹായ് ഓൾ, ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയ്ക്ക് ആയിട്ട്. സോ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസമുള്ള എല്ലാതെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. വേഗം തന്നെ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളാം. ആൻഡ് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ മൂവാറ്റുപുഴയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. MC റോഡില്, മൂവാറ്റുപുഴ MC റോഡില്, കോട്ടയം വഴിക്കാണ്. നമ്മുടെ കോട്ടയം വഴിക്കാണ് കേട്ടോ. കോട്ടയം വഴിക്ക് അങ്ങനെ ഒത്തിരി പോകണ്ട. ചില ആളുകൾ ഇവിടുന്ന് 1-2 കിലോമീറ്ററൊക്കെ അപ്പുറം കുറേ ദൂരം പോയിട്ട് വിളിക്കാറുണ്ട്. സോ അത്രയും പോകണ്ട. നിങ്ങൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ഒരു 200 മീറ്റർ കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് നോക്കി വരിക. നമ്മൾ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പമ്പും ആക്സിസ് ബാങ്കും എല്ലാം ഉണ്ട്. DIDT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെൻ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലാൻഡ് മാർക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഇത് ഏതെങ്കിലും നോക്കി നിങ്ങൾ വന്നാൽ മതി. ആൻഡ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം. ആൻഡ് റണ്ണിങ് ഫാബ്രിക്സിന്റെ വീഡിയോ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കും ഓർഡേഴ്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്യൂസ്ഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. ഇന്നിപ്പോൾ സൺഡേ ഇടുന്ന വീഡിയോ സൺഡേയിലും മൺഡേയിലും വീഡിയോസ് ഓർഡേഴ്സ് എല്ലാം എടുത്തതിന് ശേഷം ട്യൂസ്ഡേ ആയിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ ചെറിയ ഡിലേ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. പ്രൊഡക്റ്റ് പാർസൽ നിങ്ങൾക്ക് എത്തുന്നതും അതനുസരിച്ചാണ് എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ കോട്ടൻ്റെ കളക്ഷൻസ് നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്പാച്ച് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്സൈഡ് കേരള ഉള്ള മലയാളികളൊക്കെ ഒത്തിരി പേര് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് മൺഡേ ട്യൂസ്ഡേയോടുകൂടിയൊക്കെ എത്തും കേട്ടോ. നിങ്ങൾ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മൺഡേ ആയിട്ട് കിട്ടും. കാരണം നമുക്ക് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ഈ ആഴ്ചത്തെ നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുക. ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അതനുസരിച്ച് 3 to 4 ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് പ്രോഡക്റ്റ് റിസീവ് ആവുന്നത്. DTDC ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും കേട്ടോ. ഹോം ഡെലിവറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണം. അതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വേണോ DTDC വേണോ എന്നുള്ളത് കൂടി ഒന്ന് പറയുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ആരാനായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ചൂടിനൊക്കെ നല്ല കുറവുണ്ട്. കോട്ടൺ ലൈനിങ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സായിട്ട് പെട്ടെന്ന് കാണാം. ഫസ്റ്റ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം കളർ. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡനിഷ് മസ്റ്റാർഡ് യെല്ലോ കളറിലേക്ക് ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറവ്, എനിക്ക് അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഞാൻ ഇതിനോട് കൂടിയിട്ട് ഇത് കണ്ടോ, ക്രോഷെറ്റ് ദുപ്പട്ടയാണ് ഡൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു ദുപ്പട്ട നമുക്ക് വരുന്നത്, ക്രോഷെറ്റ് ദുപ്പട്ട. സോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. നിങ്ങൾക്കിത് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി ആ സെയിം കളറിലേക്ക് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് കണ്ടോ, അതിപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം ഡൈ ചെയ്യേണ്ട, വെറുതെ വൈറ്റിൻ്റെ കൂടെ ഇടാവുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റ കളറിൽ ഇട്ട് നമ്മൾ പഠിച്ചാൽ പിന്നെ ആ ഒറ്റ കളറിലാണ് ഇടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു. വൈറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് ഷോളിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ആ ഒരു കളറിലേക്ക് ഡൈ ചെയ്താണെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 670 ആണ്, പ്ലസ് ഡൈയിങ് കോസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. സോ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡൈ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു കളറിലേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ വിട്ട് വരുന്നത് 44 ഇഞ്ചസ് ആണ്. നമുക്കൊരു 2.60 മീറ്റേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാരണം എൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത ചേച്ചി കുറവൊന്നും വന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ സൈഡ് കൈ കിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് 2.60 2.75 ഒക്കെ എടുത്തോട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2.60 ആണ് ഞാൻ എടുക്കാറ്. സോ അത്രയും കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി, തികഞ്ഞു എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. സോ അങ്ങനെ വരുന്നു. 460 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. സോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന വേറെ 1-2 ദുപ്പട്ടാസും കൂടി കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പോയി കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചാനായിരുന്നു. ഡൈ ചെയ്ത് വന്നിട്ട് എന്ത് ഭംഗിയാണ്. ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ഉപ്പടാ സിൽക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതിനത്ര ഭംഗിയില്ല ശരിക്കും പറഞ്ഞാൽ. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല അതിൻ്റെ ഒരു ഭംഗി. ഇത് ഡൈ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്ര നല്ല ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇത് 1050 ആ റേഞ്ചിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു. സോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഒരു ദുപ്പട്ട എടുക്കാം ഡൈ ചെയ്ത്. ഇല്ലെങ്കിൽ നമുക്ക് 999 റേഞ്ചിലേക്ക് വരുന്ന ദുപ്പട്ട. ഇത് കണ്ടോ, പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ഇങ്ങനത്തെ കുറച്ച് ഹെവി ആയിട്ട് വരുന്ന
രണ്ട് സൈഡിലും കുറച്ച് ഹെവി സീക്വൻസ് വർക്കും സെൻറ്റർ പോർഷനിൽ ഇങ്ങനത്തെ ഒരു ജാൽ ഡിസൈൻ പോലത്തെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. 4 സൈഡിലും ഇങ്ങനത്തെ ഒരു ക്രോഷറ്റിൻ്റെ ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറ്റ ഡിസൈൻ ആയിരിക്കില്ല നമുക്കുള്ളത്, പല പല ഡിസൈൻസ് ആണ്. ഞാനിത് ഒരു ദിവസം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കുറേ എൻക്വയറി ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ നമുക്ക് കാണിക്കാമെന്ന് വെച്ചു. ഇതൊരു ചിക്കൻ കാരി ദുപ്പട്ട പോലത്തെ ദുപ്പട്ടയാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. സോ ഇത് വേണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടിയും വർക്കുള്ള ഒരു മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറെ വേറെ ഡിസൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ചെയ്താൽ. അതുപോലെ കുറച്ചുകൂടി ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വേണം എന്നുള്ളവർക്ക് ഇത് നമുക്കൊരു സെമി ഫാബ്രിക്കിലാണ് വരുന്നത്. ഒരു സെമി ചിനോൺ ഫാബ്രിക്കിലേക്ക് ഡൈയബിൾ ആയിട്ട് തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിലിങ്ങനത്തെ ഒരു സീക്വൻസ് വർക്കൊക്കെയാണ് വന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ്. സോ ബഡ്ജറ്റ് റേഞ്ചിൽ ദുപ്പട്ട ഡൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം. അല്ലാത്ത കുറച്ചുകൂടി 700 ആ റേഞ്ചിലോട്ടൊക്കെ വരും ബാക്കിയെല്ലാം കേട്ടോ. സോ ഇതാണ് നമുക്ക് ഡൈയബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ദുപ്പട്ട. സോ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഷെയ്ഡ് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു പീച്ച് ടോൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതും ഫുൾ സെറ്റൊക്കെ ആയിട്ട് ചെയ്തെടുത്താൽ ഭയങ്കര റെയർ ഷെയ്ഡാണ്. നല്ല രസമുണ്ട്. ഇതിലേക്ക് കണ്ടോ, പിങ്ക് കളറിലാണ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളറിലാണ് അതിൻ്റെ ത്രെഡ് എംബ്രോയിഡറി പോയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. സെക്കൻഡ് ഷെയ്ഡ് 460 per meter. അടുത്ത നല്ലൊരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കറക്റ്റ് ഉള്ളിത്തോടിൻ്റെ കളറാണ്. നമുക്ക് ഈ ഉള്ളിയുടെ ഒരു പർപ്പിൾ ടോൺ വരുന്ന ഒരു ഉള്ളി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഉള്ളിയുടെ ഒരു സവാളയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് ഓനിയൻ പിങ്ക് എന്ന് തന്നെ പറയാം. ഇങ്ങനെ വരുന്നു. അതിലേക്ക് ആ ഒരു ഇത് കണ്ടോ, ഡാർക്ക് പിങ്ക് ടോണിലേക്കൊക്കെയാണ് അതിൻ്റെ ത്രെഡിൻ്റെ വർക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ടോപ്പും ബോട്ടവും ഡൈ ചെയ്ത് വന്നിരിക്കുന്നുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇവിടെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ എടുത്തിട്ട് നമുക്ക് ഡൈ ചെയ്യാൻ ടോപ്പും ദുപ്പട്ടയും ഓർഡർ തന്നിട്ട് പോയതാണ്. സോ അത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലേക്ക്. ഇത് കണ്ടോ, ബോട്ടം ഷാൻറ്റൂണിലേക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ്. ഷാൻറ്റൂൺ കുറച്ചുകൂടി ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും. കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് കോട്ടൺ ഓർഡർ ചെയ്യാം. ഇത് ഷാൻറ്റൂൺ ഫാബ്രിക്കിലേക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഫുൾ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഡൈയിങ് കോസ്റ്റ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡൈയിങ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും അതെ, ഏത് ചെയ്താലും നല്ല രസമായിരിക്കും ആ ഒരു സെയിം കളറിലേക്ക് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. ഫുൾ സെറ്റ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ടോപ്പ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് 460. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക്. ഒരു രക്ഷയില്ല. എനിക്ക് ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പിങ്ക് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ഇല്ലാത്തൊരു ഷെയ്ഡ് നോക്കി എടുത്താണ്. പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് എടുക്കുന്ന പറഞ്ഞു. കാരണം അത്ര രസമുള്ളൊരു കളറാണിത്. ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് സീക്വൻസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എംബ്രോയിഡറിനെ ഒരു 2-3 സീക്വൻസും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അത്ര വിസിബിൾ അല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുമുണ്ട്. ഇങ്ങനെ വരുന്നു ടോപ്പ്. നമുക്കിത് വേണമെങ്കിൽ വൈറ്റ് ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്യാം. കണ്ടോ, ഈ ഒരു ക്രോഷറ്റ് ദുപ്പട്ടയുടെ കൂടെ. ഇത് നിങ്ങൾക്ക് വൈറ്റ് ദുപ്പട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാം. കാരണം പിങ്കും വൈറ്റും എപ്പോഴും എലഗൻ്റ് ആവുമല്ലോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ വരുന്നു. സോ വൈറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പിങ്ക്, ഇത് കണ്ടോ, പിങ്ക് നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് വേറൊരു ഫാബ്രിക്കിന് ഡൈ ചെയ്താണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പിങ്ക് ആയിട്ട് തന്നെ ഡൈ ചെയ്തെടുക്കണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. 460 per meter, 44 inches വിട്ട്. അടുത്ത നമുക്ക് പിങ്ക് ഗജി സിൽക്ക് ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫാബ്രിക് ഇതിൻ്റെ ഒപ്പം നമുക്ക് യോക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അതിന് യോക്ക് പോർഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ഒരു പിങ്ക് ആണ്. ഇത് നല്ല ബേബി പിങ്ക് കളറാണ്. പക്ഷെ ഇതിൻ്റെ 1 ലെയർ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ വലിയ ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാണാവോ, ഇങ്ങനെ വരുന്നു. അങ്ങനെ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയിലാണ്, നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. യോക്ക് പോർഷൻ എടുത്തിട്ട് ഈ ഗജി സിൽക്കിൻ്റെ ഒന്നെങ്കിൽ ടോപ്പ് ബോട്ടം ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിള്ളേർക്ക് ഫ്രോക്ക് പോലെയൊക്കെ തയ്ക്കണേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഈ ഫാബ്രിക് എടുത്തപ്പോൾ യോക്കിന് പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം ഞാൻ അയച്ചു കൊടുത്താണ് കേട്ടോ ഇത്. സോ നല്ല ഭംഗിയുണ്ട്. ആ ഒരു പാറ്റേണിനൊക്കെ തയ്ക്കാനായിട്ട് ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിലൊക്കെ തയ്ക്കാൻ നല്ല രസമായിരിക്കും യോക്ക് കൊടുത്ത്. സോ ഇങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഗജി സിൽക്ക് അല്ലാതെ ടോപ്പ് ബോട്ടമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഈ ഒരു ഗജി സിൽക്കിനാണ് കേട്ടോ ആ ഒരു ഷോള് നമ്മൾ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്നത്.
അതൊരു കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് കാരണം കണ്ടത് കണ്ടോ, ഞാൻ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഡൈ ചെയ്ത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, യോക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഫാബ്രിക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ വരുന്നു. അടുത്തൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ വേണ്ട എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു നല്ല റെയർ ഷെയ്ഡാണ്. എല്ലാ ഷെയ്ഡ്സും അത് നല്ല റെയർ ഷെയ്ഡ്സ് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുത്ത് ചെയ്യിച്ചെടുക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഈ ഒരു ഡിസൈനും ഈ ഒരു ഫാബ്രിക്കും നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല കേട്ടോ കേരളത്തിൽ. സോ അത്ര ഗ്യാരണ്ടീഡ് ആണ് നമ്മളിന്ന് കാണിക്കുന്ന ഓരോ ഫാബ്രിക്സ്. ഇങ്ങനെ വരുന്നു. 460 per meter, 44 inches വിഡ്ത്ത്. ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ, നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ ഫുൾ നെയിം, ഹൗസ് നെയിം, ഫുൾ പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് എവിടെയാണോ അത്, ഡിസ്ട്രിക്റ്റ്, കോൺടാക്ട് നമ്പർ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്രസ്സ് അയക്കുക. ഒരൊറ്റ പാരഗ്രാഫ് പോലെ അഡ്രസ്സ് അയക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് എപ്പോഴും ഫോണിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരൊറ്റ ഫോർമാറ്റിൽ നിങ്ങൾ അയച്ചിടുക. ചില ആളുകൾ അഡ്രസ്സ് അയക്കുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടും അതുതന്നെ അഡ്രസ്സും അയക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണത്, ഫുള്ള് അഡ്രസ്സായിട്ട്. സോ അങ്ങനെ അയക്കുവാണെങ്കിൽ ഭയങ്കര നന്നായിരിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും നമ്പറെല്ലാം തപ്പി എടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റൽ കോഡ് എഴുതാതെ അഡ്രസ്സ് അയച്ചു. സോ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, അത് മാറ്റി വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. സോ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും എല്ലാം കിട്ടുവാണെങ്കിൽ, പിൻകോഡും എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ എത്ര മീറ്റർ ആണോ വേണ്ട അത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. ഞാൻ എല്ലാ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയിൽ ഇടാറുണ്ട്, പക്ഷേ ഇപ്പോഴും ആരും ചെയ്യാറില്ല. കൂടുതൽ ആൾക്കാരും ചെയ്യാറുണ്ട്, ചില ആളുകളാണെങ്കിലും ചെയ്യാറില്ല. കാരണം നമുക്ക് അത്ര എളുപ്പമായിരിക്കും ഓർഡർ എടുക്കാനായിട്ട്, അവൈലബിലിറ്റി പറയാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടോപ്പ് മെറ്റീരിയൽ വേണമെങ്കിൽ ഇത് 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇടുക. ചില ആളുകൾ ഫോട്ടോ മാത്രം ഇട്ടിട്ട് പോകും, ചിലർ അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ചിട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ എത്ര മീറ്റർ ആണെന്ന് ചോദിക്കണം. പിന്നെ അടുത്ത നിങ്ങളുടെ റിപ്ലൈക്ക് ഞാൻ റിപ്ലൈ തരുമ്പോഴത്തേക്കും ചിലപ്പോൾ മെറ്റീരിയൽ തീരും, അല്ലെങ്കിൽ മെറ്റീരിയൽ കുറവായി പോകും, സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്കി കണ്ടോളൂ. അടുത്തത് ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഭയങ്കര എൻക്വയറി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നതാണ്. സോ ഇത് നമ്മൾ ഡൈ ചെയ്ത് കുറച്ച് 2-3 ഷെയ്ഡ്സിലേക്ക് എടുത്തിട്ടുണ്ട്. സോ കളറിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറയാം. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കിത് റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസമാണ് വന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു 1.5 മീറ്റർ ഒക്കെ കാണുള്ളൂ. ഇതില്ല, ഇത് സെയിലില്ല. ഞാനിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇത് കണ്ടോ, അതിൻ്റെ കളേഴ്സ് വന്നേക്കുന്നുണ്ടോ, നല്ല രസമുള്ള ഒരു കളർ. അത് ആ ഒരു ടിഷ്യൂ ഫാബ്രിക് കളറിലേക്ക് വന്നിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. പിള്ളേർക്ക് ഫ്രോക്ക് അടിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് കുർത്തി അടിക്കാനും ഒരു ഫ്രോക്ക് പോലെയൊക്കെ ചെയ്യാനും ഫംഗ്ഷൻ വെയറിന് എന്ത് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ്. സാരിയും ബ്ലൗസും ഒരുപോലെ എടുക്കാൻ നല്ലതാണ്. ഇതിൻ്റെ സൈഡ് ഫിനിഷിംഗ് ഇല്ല കേട്ടോ. ബോർഡർ ഇത് കണ്ടോ, ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ബോർഡർ സ്കാലപ്പൊക്കെ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആണ്. ഇത് നല്ല സാരി ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 385-നായിരുന്നു നമ്മൾ ഈ ഒരു ഫാബ്രിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമുക്ക് ഡൈ ചെയ്ത് വന്നിരിക്കുന്ന റേറ്റ് 405 ആണ് കേട്ടോ. ഇത് ഡൈഡാണ്, അതുകൊണ്ട് 20 rupees കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. 405 per meter, 44 inches വിഡ്ത്ത്. ഇതാണ് കേട്ടോ എൻ്റെ ക്ലോസ് ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പിങ്ക്, പീച്ച്, സ്കൈ ബ്ലൂ, യെല്ലോ, ഈ 4 ഷെയ്ഡിലേക്കാണ് എൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ലീഫിൻ്റെ പോർഷൻ ഗ്രീൻ, ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇത് കണ്ട, ഒരു ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് വന്നിട്ട് ഭയങ്കര ഗോൾഡൻ ഒരു ഇതിലേക്ക് വരുന്നുമില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. 405 per meter. കളർ കണ്ടോ, ഒരു കൗഡൻ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, അതിലേക്ക് മൾട്ടി കളർ ആ ഒരു ഇത് വന്നിട്ട് നല്ല രസമുണ്ട്. എനിക്കിത് വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭംഗി ശരിക്കും വീഡിയോ കിട്ടുന്നില്ല. നേരിട്ട് കാണാൻ അത്ര രസമാണ്. ഇത് കൈ കിട്ടിയവർക്ക് അറിയാം ഇതിൻ്റെ ഫാബ്രിക്. കൈ കിട്ടിയവർ മീൻസ് നമുക്ക് ഗോൾഡൻ ഫാബ്രിക് എടുത്തവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടൂ. നല്ല രസമാണ്. ഇത് ശരിക്കും വീഡിയോയിൽ എൻ്റെ ഭംഗി വരുന്നില്ല, അത്ര രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, എല്ലാ ഷെയ്ഡ്സും നമ്മളിപ്പോൾ കണ്ട ഒരു പിങ്കും ഞാനിപ്പോൾ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ അത്ര ഒരു ഭംഗി വീഡിയോയിൽ കാണുന്നില്ല. വേറൊരു ഇച്ചിരി കൂടി ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ണടച്ചെടുക്കുക കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫാബ്രിക്കിൻ്റെ ഒക്കെ റിയൽ ബ്യൂട്ടി നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ചില ഐറ്റംസ് നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗി വീഡിയോ ക്യാമറ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. സോ ഇങ്ങനെ വരുന്നു. കളറ് ത്രെഡിൻ്റെ എംബ്രോയിഡറി കളറ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് പറയാറുണ്ട് ഒരു ക്ലോസ്
ഫോട്ടോ ആയിട്ട് എടുത്ത് തരാമോ എന്നുള്ളത്, ക്ലോസർ കുറച്ചുകൂടി അതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ക്ലോസ് ഫോട്ടോ, അതായത് ക്യാമറ കുറച്ച് അടുത്ത് പിടിച്ച് നമ്മൾ ഫോട്ടോ എടുത്താൽ ഒരിക്കലും അതിൻ്റെ ഭംഗി കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മൾ ദൂരെ വെച്ച് എടുക്കുന്നതും അങ്ങനെ അടുത്ത് കൊണ്ടുപോയി ക്യാമറ വെച്ചെടുക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസം വരും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കളറ് മാറിപ്പോവും, അതിൻ്റെ ഒരു ഫീലേ നമുക്ക് ആ ഫാബ്രിക്കിൻ്റെ ഫീലേ മനസ്സിലാവില്ല ഒത്തിരി അടുത്ത് കൊണ്ടുപോയി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതലും വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത് കൂടുതലായിട്ട് കേട്ടോ. മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ് ഫോട്ടോ എടുത്ത് അയക്കുന്നതിലും കമ്പയർ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നത്. സോ ഇങ്ങനെ വരുന്നു. 405 per meter, 44 inches വിഡ്ത്ത്. അടുത്ത ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് സ്റ്റോൺ ആണ്. ഒരു ഓറഞ്ച് സ്റ്റോണിലേക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു റെയർ കളറാണ്. ഒരു ക്രീമിൻ്റെ കളറോ അങ്ങനത്തെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല, അത്ര നല്ല റെയർ ഷെയ്ഡാണ്. വേഗം പർച്ചേസ് ചെയ്തുള്ള ഇതിനകത്തുള്ള എംബ്രോയിഡറിയുടെ കളറെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. 3 ഷെയ്ഡ് കാണിച്ചതിൻ്റെ എംബ്രോയിഡറി ആ ഒരു പിങ്ക്, ബേബി പിങ്ക്, പീച്ച്, ബ്ലൂ, യെല്ലോ ആ ഒരു ഷെയ്ഡിലേക്ക് തന്നെയാണ് എല്ലാത്തിൻ്റെ എംബ്രോയിഡറി വരുന്നത്. ഇങ്ങനെ വരുന്നു. സാരിയൊക്കെ ആക്കാനും ദുപ്പട്ട ആക്കാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. സാരിക്കൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഈ യെല്ലോ ടോപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് അത്ര എടുപ്പ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സൈഡ് നിങ്ങൾ സ്കാലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ സാരി ആക്കാം, ദുപ്പട്ടയാക്കാം, സ്കേർട്ടും ടോപ്പും ആക്കാം. പിള്ളേർക്ക് ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുവാണ്, അപ്പോൾ ഒരു ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് ഒരു ഗോൾഡൻ്റെ കൂടെയൊക്കെ ടോപ്പ് ചെയ്യണമെങ്കിൽ, ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ വരുന്നു. 405 per meter. അടുത്തത് ഒരു ചന്തേരിയും മസ്ലിനും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് സിൽക്ക് ഫാബ്രിക് ആണ്. അതിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ്, നല്ലൊരു കഷിഷ് കളറാണ് മെറ്റീരിയൽ വരുന്നത്. അതിനകത്തേക്ക് ഒരു യെല്ലോ, ഒരു മസ്റ്റാർഡിൻ്റെ ഒരു ലൈറ്റ് മസ്റ്റാർഡുള്ള പിങ്കും ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇങ്ങനെ ഒരു നല്ല രസമുള്ള ഒരു റെയർ ഷെയ്ഡും റെയർ ഫാബ്രിക്കാണ്. സിൽക്ക് ഫാബ്രിക് തന്നെയാണ്. 495 per meter. അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക് 385 per meterലേക്ക് വരുന്നു. നല്ല രസമുള്ള പ്രിന്റ് കേട്ടോ. ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ പ്രിന്റും കോമ്പിനേഷനും ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ മസ്ലിനിൽ നല്ല പ്രീമിയം ലുക്കായിരിക്കും. നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാനായിട്ടുള്ള നല്ലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ വരുന്നു. 385 per meter. അതിൻ്റെ അടുത്ത കളർ നല്ലൊരു മസ്റ്റാർഡെല്ലാം ആണ്. ഇങ്ങനെ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിനാണ് ഫാബ്രിക്. ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഇടാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. നമുക്കൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ദുപ്പട്ടയോടെ പെയർ ചെയ്യാം. ബോട്ടം സെയിം കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ദുപ്പട്ട കൊടുത്താലും നല്ലതായിരിക്കും. സെയിം ഉണ്ടെങ്കിൽ സെയിം ഇടാം. ഇങ്ങനെ വരുന്നു. ഓഫ് വൈറ്റ് ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ എല്ലാത്തിനും ദുപ്പട്ടയും ബോട്ടം എടുത്ത് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വരുന്നത് നമുക്ക് ഫ്രോക്ക് അടിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് മസ്ലിൻ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. 385 per meter. നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സെയിം മസ്ലിൻ ഫാബ്രിക്കിലേക്ക് തന്നെ നല്ല ജെറ്റ് ബ്ലാക്കിൽ വിത്ത് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. 385 per meter, 44 inches വിത്ത്. അടുത്ത നമുക്ക് സമ്മർ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ കളക്ഷൻ ആണ്. നമുക്ക് എപ്പോഴും കോട്ടണിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള എംബ്രോയിഡറി പ്രിന്റുകൾ എല്ലാ വീഡിയോസിലും കാണും അല്ലേ. സോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല രസമുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ബേസ് കളർ വിത്ത് ബ്ലാക്ക് ത്രെഡ് എംബ്രോയിഡറി. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്യൂട്ടാണ്. ഇതിലേക്ക് സീക്വൻസും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉടക്കും അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ ത്രെഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോവില്ല. നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. ഇപ്പം നമ്മൾ എത്ര വാഷ് ചെയ്യാമെന്ന് പറഞ്ഞാലും ചില ഫാബ്രിക്സ്, ചിലതൊക്കെ നമുക്ക് ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ഫാബ്രിക്സ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാതെ പുറത്തിടുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് അലക്കി ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും ഫാബ്രിക് കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ചില മെറ്റീരിയൽസൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അലക്കാൻ കുഴപ്പമില്ല. പക്ഷെ എന്നാലും മാക്സിമം സെപ്പറേറ്റ് നമ്മളൊന്ന് കംഫർട്ടിലോ അല്ലെങ്കിൽ ഷാംപൂ വാഷൊക്കെ ചെയ്ത് വെക്കുക. വാഷബിളാന്ന് പറഞ്ഞാലും അതങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. 335 ആണ് പെർ മീറ്റർ റേറ്റ്. അടുത്ത നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഹോളി വീക്ക് ആ ഒരു ടൈമിലായിട്ടൊക്കെ നമുക്ക് ചർച്ച വെയറായിട്ടൊക്കെ ഇടാനായിട്ട് നല്ല രസമാണ്. ഫുൾ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്തോരം ബ്ലാക്ക് ഉണ്ടെങ്കിലും പിന്നെയും എടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. സോ ഇങ്ങനെ വരുന്നു കേട്ടോ. അതിലേക്ക് ആ ഒരു എംബ്രോയിഡറി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ആ ഒരു ജെറ്റ് ബ്ലാക്കിൽ തന്നെയാണ് എംബ്രോയിഡറി. ചെറുതായിട്ട് ആ ബ്ലാക്ക് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുണ്ട് ഫാബ്രിക്. കോൺട്രാസ്റ്റ് സീക്വൻസ് അല്ല, ആ ബ്ലാക്ക് സീക്വൻസ് തന്നെ ആയതുകൊണ്ട് നല്ല രസമാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ കാണാനായിട്ട്.
ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചസ് ആണ് വിട്ട്, 335 പെർ മീറ്റർ. എൻ്റെ എംബ്രോയിഡറി നോക്കിക്കോട്ടെ ക്ലോസ് ലുക്ക്. ഇതാണ് കേട്ടോ എൻ്റെ എംബ്രോയിഡറി ക്ലോസ് ലുക്ക് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു വലിയ എംബ്രോയിഡറി, പിന്നെ അതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ഇങ്ങനത്തെ കണ്ടോ ഒരു തിക്കായിട്ടുള്ള ഒരു എംബ്രോയിഡറി പോകുന്നുണ്ട്. ഇങ്ങനെ വരുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. നെക്സ്റ്റ് പാരറ്റ് ഗ്രീൻ ആണ്. ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഷെയ്ഡ്. കഴിഞ്ഞ ദിവസം പാരറ്റ് ഗ്രീൻ കളറിൽ ഒത്തിരി എൻക്വയറി വന്നായിരുന്നു. ചന്തേരിയിലുണ്ടോ, റണ്ണിങ് ഫാബ്രിക്കിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് പാരറ്റ് ഗ്രീൻ കളറിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ് സെയിം എംബ്രോയിഡറി വർക്ക്. അടിപൊളിയായിട്ടുള്ള നല്ല ബ്രൈറ്റ് വൈബ്രൻറ്റ് ഷെയ്ഡാണ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് എടുക്കാവുള്ളൂ. നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല. വീഡിയോയിൽ ഒരു ഫ്ലോറസൻ കളറായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ അതല്ല, എൻ്റെ കളറ് നല്ലൊരു പാറ്റ് ഗ്രീൻ കളറാണ്. നല്ല രസമുള്ള ഷെയ്ഡാണ്. പക്ഷെ കുറച്ച് ഫ്ലോറസൻ ഫാമിലിയിൽ വരുന്നതാണ്. പക്ഷേ വീഡിയോയിൽ ഭയങ്കര ഒരു മഞ്ഞയായിട്ടാണ് നിൽക്കുന്നത്. അത്രയും കൊള്ളില്ലാത്തൊരു മഞ്ഞയല്ല കേട്ടോ. നല്ല രസമുള്ള ഷെയ്ഡാണ്. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഇങ്ങനെ വരുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ കളർ ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. സോ ഇങ്ങനെ വരുന്നു. 335 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. കണ്ടോ, ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് കറക്റ്റ് കളറിലേക്ക് എടുക്കാനായിട്ട് വീഡിയോ. ഇത് കണ്ടോ, ഒരു എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനത്തെ ഷെയ്ഡ്സ് നമുക്ക് കറക്റ്റ് കളർ കിട്ടില്ല, അതാണ് കുഴപ്പം. ഇങ്ങനെ വരുന്നു. ഇച്ചിരി കൂടെ ഒരു യെല്ലോയിഷ് ഷെയ്ഡും ഉണ്ട്. ഒരു ഫ്ലോറസെൻറ്റിൻ്റെ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. നമുക്ക് സ്ലിറ്റഡ് ടോപ്പും ഒക്കെ തയ്ക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. വെറുതെ ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ചെയ്താലും മതി. ഇങ്ങനെ വരും മെറ്റീരിയൽ. നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പടാ സിൽക്ക് ഫാബ്രിക്കിലേക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമുള്ള ബ്രൈറ്റ് ഷെയ്ഡാണ്. ഒരു രക്ഷയില്ല. നല്ല ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഒരു സിൽക്ക് ഫാബ്രിക് തന്നെയാണ്, പ്യുവർ ഉപ്പടാ സിൽക്ക് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഡൈ ചെയ്ത് ഒരു കസ്റ്റമർ ബോട്ടവും ദുപ്പട്ടയും ഡൈ ചെയ്തെടുക്കാൻ പറഞ്ഞ് ഇത് കണ്ടോ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് വെച്ച് കാണിക്കാം ഈ ഒരു മെറ്റീരിയൽ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഫുൾ സെറ്റ് വന്നപ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഒരു മജന്ത ടോണാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. എൻ്റെ ഒരു ദുപ്പട്ടയും കൂടെ വന്നപ്പോൾ ബോട്ടവും എല്ലാം ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും. 395 ആണ് നമുക്ക് ടോപ്പ് മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ഇത് വെച്ച് നോക്കിയിട്ട് തന്നെ നല്ല രസം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. സോ അങ്ങനെ വരുന്നു. ടോപ്പ് മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് 395 ആണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് തരുന്നത്. ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോസിനും ഡൈ എടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ഇത് വെച്ച് സ്റ്റിച്ച് നമുക്ക് എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉള്ളത്, നമുക്കിപ്പോൾ ഡൈ ചെയ്തൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. സോ ഇങ്ങനെ വരുന്നു കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം ബുക്ക് ചെയ്തോളാം. അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.